ആ നമ്മുടെ രാജു ഇപ്പോൾ ഒരു 4-5 തെങ്ങിടാത്തത് കൊണ്ട് തേങ്ങയൊക്കെ ഈ വെള്ളത്തിൽ വീഴാൻ തുടങ്ങി. അപ്പോൾ ഈ രാജു ഒരു 4-5 കിട്ടിയല്ലേ രാജു? ഇല്ലേ, 4-5 കിട്ടി. ആ ഒന്ന് പൊക്കിയെടുത്തോ. ഓ എൻ്റെ മീനുണ്ടോ എവിടെ? ആഹാ ഇതാ മീനൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ഇനിയുണ്ടോ? 4 കിട്ടി. പിന്നെ ആ പറമ്പിൽ ഇതുപോലെ കുറച്ച് കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇത് എപ്പോഴും വർഷം നമ്മൾ ഏപ്രിലിലൊക്കെ നന്നാക്കും. അതിനുശേഷം ഈ വാഴയുടെയൊക്കെ നല്ല കാണാൻ എത്ര ഭംഗിയാന്ന് നോക്കിയേ. വാഴയൊക്കെ ഇവിടെ നിന്ന് അടുത്ത് പോകുമ്പോഴേ അതിനൊരു ഭംഗി. ശരി, ഈ വെള്ളത്തിൽ വീണതാണ്. ആ സമയത്തിന് ഇടുന്നുണ്ട്. 1.5 മാസം കൂടുമ്പോൾ 45 ദിവസം കൂടുമ്പോൾ തെങ്ങ് ആളെ വെച്ചിട്ട് ഇടണം. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓ കുറേയൊക്കെ തേങ്ങ അതിനകത്ത് വീണ് പോയിട്ടുണ്ട്. ഇതാ വെള്ളം അങ്ങോട്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് അതൊക്കെ. ഓ ആ ബേസിൽ അത് പോയല്ലേ അല്ലേ രാജേഷ് മാം അവിടെ ബേസില്ലാതെ പോയല്ലേ? ആ ചോറിന് ബേസില്ലാതെ പോയല്ലേ? വീട്ടിൽ വന്നിട്ട് പറഞ്ഞു പൈസയും പ്രായക്കായതുകൊണ്ട് ആരും പണിക്ക് വിളിക്കണ്ട, അവിടെ പണി വല്ലതും തുടങ്ങിയാണെങ്കിൽ പറയണം ഇവിടെ. അപ്പോൾ ഞാനും തുടങ്ങിയാണ് ഞാൻ വിളിക്കാൻ. ആ ഷീറ്റ് ഇടുന്നത് നല്ല ഒരു ടാർപോളിൻ ഷീറ്റ് മേടിച്ചിട്ടല്ലോ? അല്ലല്ല, ടാർപോളിൻ നല്ല നല്ലത് യു വി ഷീറ്റാണ്. യു വി ഷീറ്റ് മീൻസ് സൂര്യപ്രകാശം ഇതിൽ വളരെ. അതിന് വേണ്ടി നമ്മള് പച്ചക്കറി നഴ്സറി പോയിട്ടില്ലേ? നഴ്സറി പോയിട്ടൊക്കെ ഇതുപോലെ ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മഴ വന്നാൽ മഴ കൊള്ളൂല, എന്നാൽ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. അത് കുറച്ച് വളർന്നാൽ പിന്നെ നന്നായിട്ട് ചെയ്യാം അല്ലേ? ഇത് ടെമ്പററി. പക്ഷെ അവിടെ വളമില്ല, അതിന് വെള്ളം അടിയിലോട്ട് പോകും. ചരലില് നമ്മൾ വെള്ളം ഒഴിച്ചാൽ റവയില് വെള്ളം ഒഴിക്കണ. അതെ, അടിയിൽ ഒഴിക്കും. അപ്പം ചുമന്ന മണ്ണാണ് അടിച്ചിട്ടേക്കുന്നത്. പക്ഷെ വേറെ കാരണമുണ്ട്. നമ്മളിപ്പോൾ ഈ തറയിൽ വീട് പണിയാൻ പിന്നീട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവൂലെന്ന് വെച്ചിട്ടാണ് അതിൽ കിടന്ന് 1.5 ഇഞ്ച് മെറ്റലാണ് ഇതൊക്കെ. ഞാൻ ഇങ്ങനെ അരിപ്പൊക്കെ കോരി എടുക്കണ പോലെ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടിട്ടേക്കണത്. ഞാൻ ഉദ്ദേശിച്ചത് JCBക്ക് കോരി കൊടുക്കണമെന്നതാണ്. JCBക്ക് വരുമ്പോൾ അല്ല, ഇത് നന്നായിട്ടുണ്ട്. ഇവ ആ കുളത്തിന്റെ ചുറ്റുമായിട്ട് ചെയ്യുന്നത് വെള്ളത്തിന് വെള്ളവും കിട്ടും. 1.5 ഇഞ്ച് മെറ്റൽ മാത്രമല്ല, 1.5 ഇഞ്ച് മെറ്റലിൻ്റെ ഇവിടെ ചരലും കൂടി പോരും ഇതിൻ്റെ കൂട്ടത്തില്. ചരല അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കില്ല. അപ്പം അതിനാണ് ഞാൻ ഓരോന്ന് ബക്കറ്റിലെടുത്ത് ഓരോ ദിവസം ഈ 2 ബക്കറ്റ് എടുത്തിട്ടാണ് അവിടെ കൊണ്ടുവന്നിട്ടിട്ടാണ് ആ ചരല് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ചരലുണ്ടാവും. അതാണ് ആ അവിടെ കിടക്കുന്നത് അല്ലേ? ആ കിടക്കുന്ന മുഴുവൻ 1.5 ഇഞ്ച് ആ തറയിൽ കിടന്ന കല്ലുകളായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഇവിടെ കിടണ്ടല്ലോ. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ അത് പ്ലാവല്ലേ? അത് എടുത്താൽ ആ പ്ലാവ് അത് എടുത്താൽ പൊങ്ങാത്ത കല്ലായതുകൊണ്ടാണ് ഞാൻ എടുക്കേണ്ടിരുന്നത്. ബാക്കിയൊക്കെ അവിടെ കൊണ്ടിട്ടു. ഇത് ഈ താഴെങ്ങനെ ഉണ്ടാവും? ചെറുത് മതി എന്നാ പറഞ്ഞു, കുറച്ച് മതി എന്നാ പറഞ്ഞു. ഇത് നല്ലതാണോ? കണ്ടിച്ചേമ്പിൻ്റെ നല്ലതല്ലേ? നന്നായിരിക്കൂലേ? പിന്നെ നല്ലതാണ്, എടുക്കാറുണ്ട്. പത്രമൊക്കെ എല്ലാം എടുക്കാറുണ്ട്. കണ്ടിച്ചേമ്പും എല്ലാം എടുക്കാറുണ്ട്. വലുത് മാത്രം എടുക്കണ്ട, ചെറുത് മാത്രം മതി അല്ലേ? ചെറുതാ വേണ്ട, വലുതാന്ന് വെച്ചാൽ അതവർക്ക് ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്. വലുത് ഒന്നും എല്ലാം ചെറുതായിട്ട് വേണം. ചെറിയ വീട്, ചെറിയ കുടുംബം, ചെറിയ മനുഷ്യർ, സ്ത്രീകൾക്കെല്ലാം ഇപ്പോൾ ഒരു പറഞ്ഞാൽ കേൾക്കുന്ന ആൺപിള്ളേർ അങ്ങനത്തെയൊക്കെ വേണ്ട. ഇപ്പോഴത്തെ ആൺപിള്ളേർക്കൊക്കെ കുറച്ച് വീര്യം കുറഞ്ഞു പോയി ഇല്ലേ? മേൽക്കോയ്മ പറച്ചിൽ മാത്രമേ ഉള്ളൂ. റേഷൻ കാർഡ് പോലെ അവരുടെ പേരിലായിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ വീട് അവരുടെ പേരിൽ വേണമെന്ന് പറയും. ഇതൊക്കെ ഈ ചുവരൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഫ്രണ്ടിൽ ഇന്ന് ആ കാട് പറിച്ചത് ഇന്നായിരുന്നു.
മുമ്പിൽ കുറെ കാട് പോലെ കാട് പോലെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പതുക്കെ ഇതിപ്പോൾ വെയിലായതുകൊണ്ടൊന്ന് കത്തിക്കാം അല്ലേ? അതെ. നമ്മളൊരു സുന്ദര നല്ല ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടേ അതിനുശേഷം ഭംഗി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പലരും പലതും പറയും ഇല്ലേ? ഇല്ല രാജേഷ്? അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ശരിയെന്ന് വിചാരിച്ചാൽ മറ്റുള്ള ഇത് ആരുടെ ഇത് പഴയ വീട് ഉടഞ്ഞു കിടക്കുന്നുല്ലേ? അത് നമ്മുടെ ബഡ് മാമിൻ്റെ ആണോ? ആഹാ, അയ്യോ, ജീർണസ്ഥിതിയിലാണല്ലോ ഇല്ലേ? ശരി, ഒരു നല്ല ഭംഗി, ഒരു ശാന്തമായ സ്ഥലം, അമ്പലം, നമ്മുടെ ശ്രീവരാഹ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അഴിക്കൽ ഷെണായി അല്ലേ? അഴിക്കൽ ഷെണായി കുടുംബത്തിൻ്റെ അടുത്തായിട്ട് അവരുടെ ബിൽഡിങ്ങാണ് ഇത് അപ്പുറത്ത് കാണുന്നത്. ആ, അവരൊക്കെ നന്നാക്കിയല്ലോ. നല്ല ഒരു മലമ്പാമ്പനെ കിട്ടി അറിഞ്ഞില്ലേ? ആണോ? എപ്പോ? അത് ഈ ഒരു മാസത്തോളായി. അല്ല, ചെമ്മണ്ടം മലമ്പാമ്പ്. എന്നിട്ടത് വനത്തിലേക്ക് സംരക്ഷകരെ വിളിച്ച്. അത് ശരി. ആഹാ, മലമ്പാമ്പോ കണ്ടോ? അത് ശരി. ആഹാ, ആ വീട്ടില കൊള്ളാലോ. അത് ക്യാമ്പിലെടുക്കാമോ? ആണോ? അല്ല, ഞാനതിൽ തളിര് നോക്കി എടുത്ത്, പിന്നെ അതിനകത്തേക്ക് പോകാൻ വയ്യ, അതിനുള്ളിലേക്ക് പോയില്ല. ഇത് ചാണകമാണോ? മറ്റവനെങ്ങനെ ചുണ്ട് കിടപ്പുണ്ടാവേ. ഇത് ഇപ്പോൾ ഇവിടെ ചെയ്യാണ്ട് അല്ലേ? ആ, വേ ചേമ്പിൻ്റെ. ആഹാ, त्यावेळेला तुमका चांग कळलं मग मस्त पानस मग. हां, वरता हां, वरच्या वेळेला क्या काय देईन का एक्सपोर्ट വൈവേ? ആ വൈവേ, ഇത്തൂരാൻ ചേക്ക് എത്ര മണിക്കൂർ വൈ ഇതല്ലേ? ആ, നമ്മുടെ പത്രം ഇവിടെ സ്പെഷ്യലാണ്, കൊങ്കടി സ്പെഷ്യലാണ്. ഇതൊക്കെ നമ്മൾ ഇതൊന്നും കേട്ടില്ല. വീഡിയോ അതെ, ഇപ്പൊ ഞാൻ ഈ ലോക്ക്ഡൌൺ സമയത്ത് വെറുതെ ഇരിക്കുന്ന വീട്ടിൽ ക്ലിക്ക് ആക്കിയ പരിപാടി ആരെ അല്ല വെച്ചില്ലേ? വെച്ചിട്ടില്ല. നല്ല ഇതാണ്. അല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു 2-3 റോള്, 4-5 റോള്. ഇനി വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. അല്ല, ഇപ്പൊ എത്ര റോള് റെഡിയാക്കുന്നു? അതൊരു ഓർഡർ പ്ലാൻ ചെയ്ത ഞാൻ പിടിച്ചില്ല. ഹലോ, ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാം. സമയം എടുക്കുന്നു. മറ്റേ ഉണ്ടാവും, മറ്റേ ഇവിടെ ചെന്നാൽ മതി. എന്റെ ചേട്ടൻ്റെ വീടിനടുത്തേ ഇവിടെ ചീരയൊക്കെ ഉണ്ട്, അവിടെ കോവയ്ക്കായുണ്ട്. ചീര, കോവയ്ക്ക, പടവലങ്ങ, അച്ചിങ്ങ, ഇതൊക്കെ കാണാം. ശരി. കുറച്ച് നേരത്തേക്ക് ബ്രേക്ക്.